നമുക്കറിയാം, സമാധാനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. താമസിക്കാൻ സൗകര്യമുള്ള ഒരു വീടുണ്ട്, യാത്ര ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വാഹനമുണ്ട്, നമ്മുടെ കൂടെ ജീവിക്കാൻ കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അതുപോലെ മാന്യമായ ജോലിയുണ്ട്, ആകർഷണീയമായ രീതിയിലുള്ള ശമ്പളവുമുണ്ട്. സമൂഹത്തിൽ വലിയ നല്ല സ്റ്റാറ്റസ് ഉള്ള വ്യക്തിത്വമാണ്. തരക്കേടില്ലാത്ത സാമ്പത്തിക ഭദ്രതയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാറ്റിലും മുൻപന്തിയിൽ തന്നെയാണ്. പക്ഷേ മനസ്സിന് ഒരു സന്തോഷം, മനസ്സിനൊരു സമാധാനം ലഭിക്കുന്നില്ല. ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല. എല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല. മനസ്സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഈ പറഞ്ഞത് ധാരാളം ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇത് പലരുടെയും ജീവിതത്തിൽ നൈരാശ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഡിപ്രഷനുകൾ ഉണ്ടാക്കിയിട്ട് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പലരും പല രീതിയിലുള്ള സമാധാന മേഖലകളാണ് തേടിപ്പോകുന്നത്. ചിലര് എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ട്, മദ്യപിച്ചിട്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ ഞങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്ന് ചിലർ കരുതി അതിന്റെ മാർഗത്തിലേക്ക് അവർ പോകുന്നു. വേറെ ചിലര് അങ്ങനെയൊന്നല്ല. അവര് സിനിമയിലും സീരിയലിലും സമയം കണ്ടിട്ട് അതുകൊണ്ട് സമാധാനം ലഭിക്കുമെന്ന് അവർ വിചാരിക്കുന്നു. വേറെ ചിലർ ടൂറിലാണ്, യാത്രയിലാണ് അവര് സമാധാനം കണ്ടെത്താനുള്ള മാർഗമായി കാണുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ചില ആൾക്കാർ ഇങ്ങനത്തെ പ്രയാസങ്ങള്, മാനസികമായ അവസ്ഥകൾ നേരിടുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ജ്യോതിസ്യനെ തേടിയിട്ട് അവർ പോവുകയും ഉറുക്കും മന്ത്രവും നൂലും മൈക്കല്ലും ഓമവും മാറ്റലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മഖബറയിൽ ചെന്ന് സങ്കടങ്ങൾ പറഞ്ഞ് ജാരങ്ങൾ മൂടി നേർച്ച വഴിപാടുകൾ നേടി ഇങ്ങനെയൊക്കെയാണ് ചിലർ സമാധാനം കണ്ടെത്താനുള്ള മാർഗം കണ്ടെത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊന്നുകൊണ്ടും തന്നെ മനസ്സിന് സമാധാനം ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ ശാശ്വതമായ സമാധാനമല്ല. ശാശ്വതമായ ഒരു സമാധാനത്തിന്റെ മാർഗമാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ട്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യന് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് എന്നെയും നിങ്ങളെയും നമ്മളെയെല്ലാം സൃഷ്ടിച്ച പടച്ചതമ്പുരാന്റെ വാക്കാണത്. നിങ്ങൾ നോക്ക്, ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത് മഹാന്മാരായ മുഫസ്സിറുകളുടെ വാക്ക് ഞാൻ ഇവിടെ ചേർത്ത് വായിക്കുകയാണ്. വതസ്തഈസു ഖുലൂബുഹും ബിദിക്രില്ലാഹി ബിതസ്ബീഹിഹി വതഹ്മീദിഹി വതിലാവതിഹി വബിതിലാവതി കിതാബിഹി വസിമാഇഹി വബിഗൈരി ദാലിക മിൻ അൻവാഇൽ ദിക്ർ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് വൈബ് ലഭിക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് വൈബ് ലഭിക്കുന്നത് ബിദിക്രില്ലാഹി വതസ്ബീഹിഹി, അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ്, അല്ലാഹുവിനെ അവനെ വാഴ്ത്തുന്നത് കൊണ്ടാണ്, വതഹ്മീദിഹി അവനെ സ്തുതിക്കുന്നത് കൊണ്ട്, വബിതിലാവതി കിതാബിഹി അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്താലും സമാധാനം ലഭിക്കും.
വസിമാഇഹി, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം കേൾക്കുന്നത് കൊണ്ട് ഖുർആൻ കേട്ടാൽ സമാധാനം ലഭിക്കും. വബിഗൈരി ദാലിക മിൻ അൻവാഇ ദിക്രി, അല്ലാഹുവിനെ ഓർക്കുന്ന മറ്റ് മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ അതുകൊണ്ടെല്ലാം മനുഷ്യന്റെ മനസ്സിന് സമാധാനം ലഭിക്കുമെന്ന് മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, കൈഫ തകൂനു തുമഈനതു ബിൽ ഖുർആനി വബിൽ ദിക്രി, ഓ ഇബ്നു അബ്ബാസ്, എങ്ങനെയാണ് ഖുർആൻ കൊണ്ടും ദിക്ർ കൊണ്ടും ഒരു മനുഷ്യന്റെ മാനസികമായ അവസ്ഥക്ക് മാറ്റം വരിക, എങ്ങനെയാണ് അയാൾക്ക് സമാധാനം ലഭിക്കുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത്, വത്തുമഈനതു ഇൻദ ദിക്രിൽ വഈദി വൽ ഇഖാമത്തി വസ്സവാബ്, നിനക്ക് വാഗ്ദത്തം നൽകുന്നത് ആരാണെന്ന് ഓർക്കണം. നിന്നോട് വാക്ക് പറയുന്നത് ആരാണെന്ന് ഓർക്കണം. ആ വാക്ക് പറയുന്നവൻ ഒരിക്കലും വാക്ക് ലംഘിക്കാത്ത പടച്ചവനാണ്. നമ്മൾ ഒരാളോട് എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അത് നിർവഹിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാളുമായിട്ട് നേരിട്ട് അയാളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ നമുക്കൊരു പക്ഷേ മടിയായിരിക്കും. അയാളെ കാണുമ്പോൾ നമ്മൾ മാറി നിൽക്കും. എന്നാൽ അല്ലാഹു തആലക്ക് അങ്ങനെ കഴിയാത്തൊരു കാര്യമില്ലല്ലോ. അല്ലാഹു തആല ഒരു വാക്ക് പറഞ്ഞാൽ അത് നിർവഹിക്കുമല്ലോ. ആ ഉറപ്പ് നിർവഹിക്കാൻ കഴിവുള്ള, നിർവഹിക്കുമെന്ന് ഉറപ്പുള്ള വാക്ക് ലംഘിക്കാത്ത പടച്ചവൻ, ആ പടച്ചവന്റെ വഈദ്, അവന്റെ വാഗ്ദത്തം, അവന്റേതായിരിക്കുന്ന പ്രതിഫലം, അവന്റെ ശിക്ഷ, ഇത് നിനക്ക് നൽകുമെന്ന് അവൻ പറയുമ്പോ നിനക്കതിൽ സമാധാനം കണ്ടെത്താൻ കഴിയും. നിങ്ങൾ നോക്ക്, മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ 2 ആയത്തുകൾ അല്ലാഹു തആല പറയുന്നുണ്ട്. ഒന്ന് മനുഷ്യൻ പ്രവർത്തിക്കേണ്ട കാര്യമാണ്, മറ്റൊന്ന് മനുഷ്യൻ പ്രവർത്തിക്കാതിരിക്കേണ്ടുന്ന കാര്യമാണ്. ഏതാണ് പ്രവർത്തിക്കേണ്ട കാര്യം? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ഒരു വിശ്വാസിയായ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവൻ വിശ്വാസിയായി കൊണ്ട് സൽക്കർമ്മം ചെയ്തു. 2 കാര്യമാണ് അല്ലാഹു പറയുന്നത്. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവൻ വിശ്വാസിയായിരിക്കണം, ഒന്ന്. മറ്റൊന്ന് അവൻ ചെയ്യുന്നത് നല്ല കർമ്മങ്ങളായിരിക്കണം, അമലു സ്വാലിഹാത്തായിരിക്കണം. അങ്ങനെ അമലു സ്വാലിഹാത്ത് ചെയ്താൽ വലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവനിക്ക് നല്ല ഒരു ജീവിതം അല്ലാഹു നൽകും. വലിയജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവൻ ചെയ്ത പ്രവൃത്തിക്ക് പകരമായി കൊണ്ട് അല്ലാഹു തആല പരലോകത്ത് സ്വർഗ്ഗവും കൊടുക്കും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ ഒന്ന് വിശദീകരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അന്ന യുഹില്ലാഹു ലഹു ഹയാതൻ തയ്യിബതൻ ഫി ദുനിയ, ദുനിയാവിലെ നല്ല ഒരു ജീവിതമാണ് ആ മനുഷ്യന് അല്ലാഹു നൽകുക. പരലോകത്ത് സ്വർഗ്ഗവും നൽകുന്നു. എന്താണ് ഹയാത്തുൻ തയ്യിബ? നല്ല ജീവിതം അല്ലാഹു കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വൽ ഹയാത്തു തയ്യിബത്തു തസ്മിലു വുജൂദർ റഹത്തി മിൻ അയ്യി ദിഖ്തിൻ കാനത്, അവൻ എല്ലാ രംഗത്തും ഒരു സംതൃപ്തി ഉണ്ടാകലാണ് ഹയാത്തുൻ തയ്യിബ. ഇത് നേടിയെടുക്കാൻ കഴിയുന്നത് ഒന്ന് വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം ചെയ്യലാണെന്ന് അല്ലാഹു തആലാന്റെ വാക്ക്. നിങ്ങൾ നോക്ക്, കുടുംബത്തിന്റെ കാര്യത്തിൽ വലിയ ബേജാറൊന്നുമില്ല, മക്കളുടെ കാര്യത്തിൽ വലിയ ബേജാറൊന്നുമില്ല, ജോലിയും സംതൃപ്തമാണ്, ജീവിതത്തിന്റെ മാർഗവും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ സമാധാനമാണ്, സംതൃപ്തിയാണ് ജീവിതത്തിൽ. ഇങ്ങനെ സൽക്കർമ്മം ചെയ്യുകയും വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാവുക എന്ന് അല്ലാഹു തആല പറയുന്നുണ്ടോ? രണ്ടാമത്തത് പരലോകത്തുള്ള സ്വർഗ്ഗമാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒന്ന് സൽക്കർമ്മം ചെയ്യലാണെങ്കിൽ, അമൽ സ്വാലിഹാത്ത് നിർവഹിക്കലാണെങ്കിൽ. രണ്ടാമത്തത് അല്ലാഹു പറയുന്നു ചെയ്യാൻ പാടില്ലാത്തത്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, ആരെങ്കിലും എന്നെ ഓർക്കുന്നതിൽ നിന്ന്, എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന്
ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഐ ഹാലഫ അൻ അംരി, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് ഫഇന്നലഹു മഈശതൻ ലങ്ക, അവനിക്ക് ജീവിതം കുടുസായിരിക്കും, അവന്റെ ജീവിതം കുടുസായിരിക്കും. വലാ തുമഇനീനതുഹു ഫിദ്ദുനിയ വലാ അൻസറഹു വലാ ഇൻസിറാഹ സദരിഹി, അവന്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഉണ്ടാവുകയില്ല. മനസ്സ്, ഹൃദയം വളരെ ഇടുങ്ങിയ രീതിയിലായിരിക്കും. ബേജാറും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ പലതുകൊണ്ടും അവനെ ചുറ്റപ്പെട്ടതായിരിക്കും അവന്റെ ജീവിതം എന്നാണ് അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം. കച്ചവടം നടത്തുന്നുണ്ട്, പക്ഷേ ആ കച്ചവടത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെയുള്ള കച്ചവടമല്ല. ധനം സമ്പാദിക്കുന്നുണ്ട്, ധനസമ്പാദനത്തിൽ ഹലാലെന്നോ ഹറാമെന്നോ പരിഗണിക്കുന്നില്ല. കൽബഹാഇനി എന്ന് ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൃഗത്തെ പോലെ ഭക്ഷണം കഴിക്കുന്നവനാണവൻ. ഒരു പരിധിയും ഒരു നിയമവും വ്യവസ്ഥയുമില്ലാതെ ജീവിക്കുന്നവൻ, ഹലാലും ഹറാമും പരിഗണിക്കാത്തവൻ. വസ്ത്രം ധരിക്കുന്നുണ്ട്, അല്ലാഹു പറഞ്ഞതുപോലെയുള്ള ധരിക്കലല്ല. സ്ത്രീകളും പുരുഷന്മാരും അവരുടെ വസ്ത്രധാരണയിൽ ഒരു ഇസ്ലാമിക മാനദണ്ഡവും പരിഗണിക്കാതെ ഈ രീതിയിലാണ് അവർ ധരിച്ചു പോകുന്നത്. ഇങ്ങനെ എല്ലാ രംഗത്തും പലിശ, അതുപോലെയുള്ള എല്ലാ ഇടപാടുകളും, കേൾക്കുന്നതോ ഹറാമ്, കാണുന്നതോ ഹറാമ്, ചെയ്യുന്നതോ ഹറാമ്. നമസ്കാരം തോന്നിയതുപോലെ നിർവഹിക്കും. ജമാഅത്ത് ഒരു കാര്യമാക്കാറില്ല. അതുപോലെ തന്നെ ജുമാ സമയമുണ്ടെങ്കിലൊക്കെ വരും, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു ജീവിതമെങ്കിൽ അവന്റെ ജീവിതം ഒരു കുടുസായതായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ വാക്കാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെയുള്ളൊരു മനുഷ്യൻ, കോടികൾ അയാൾക്ക് ബാങ്കിലുണ്ട്, കോടികൾ ആസ്തിയുണ്ട് അയാൾക്ക് ബാങ്കിൽ, അതുപോലെ തന്നെ കോടികളുടെ ബിസിനസ് അയാൾക്ക് നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിക്കൊണ്ട്. അതുപോലെ ഒരുപാട് തേങ്ങയുടെ മടുക്കൈയുടെ അടക്കയിലും മറ്റുപോലെ പലതിന്റെയും വരുമാനങ്ങൾ അയാൾക്കുണ്ട്. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും ജീവിതം ഒരു കുടുസായതാണ്. ഒരു കുടുസായ ജീവിതമായിരിക്കും. അല്ലാഹുവിനെ ഓർക്കാതെയാണോ ജീവിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ത് തിരക്കിനിടയിലാണെങ്കിലും, എന്ത് തിരക്ക് നമുക്കുണ്ടെങ്കിലും, നമ്മുടെ സൽക്കർമ്മങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള, ഇബാദത്തുകൾ മാറ്റിവെച്ചിട്ടുള്ള ഒരു തിരക്കാണെങ്കിൽ തിരക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഞാൻ കേൾപ്പിച്ചോട്ടെ. പലപ്പോഴും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരാള്, അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ദുന്യാവാണ്. ദുന്യാവിന് വേണ്ടിയുള്ള ഭൗതിക ലോകത്ത് നേടിയെടുക്കാനുള്ള നെട്ടോട്ടമാണ്. പരലോകത്തിന് യാതൊരു പ്രസക്തിയും അയാൾ കാണുന്നില്ല. എങ്കിൽ അയാൾക്ക് മുന്നിൽ അവന്റെ കണ്ണിന്റെ മുന്നിൽ ദാരിദ്ര്യം മാത്രമേ കാണുകയുള്ളൂ. സുൽത്താന്റെ വാക്ക് നിങ്ങൾ ആലോചിച്ചിരിക്കണം. എന്നിട്ട് എന്നാലും ഓടിയാലോ? ഈ തിരക്കുകളൊക്കെ ഉണ്ടായിട്ടും, ഈ തിരക്കുകൾക്കിടയിലെല്ലാം ഓടിയിട്ടും അവന് നേടിയെടുക്കാൻ കഴിയുന്നതോ? പടച്ചോൻ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് നേടിയെടുക്കാൻ കഴിയൂല. റസൂൽ വീണ്ടും പറഞ്ഞു, എന്താണ് പറയുന്നത്? മങ്കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു, ഒരാൾ പ്രാധാന്യം നൽകുന്നത് ആഖിറത്തിനാണ്. സമ്പാദ്യങ്ങളും ജോലികളും കച്ചവടങ്ങളും എല്ലാം ഉണ്ട്. അതിന്റെ ഇടയിൽ അതെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിന്റെ ഇടയിൽ അയാളുടെ സൽക്കർമ്മത്തിന്, അയാൾക്ക് നിർവഹിക്കേണ്ട ഇബാദത്തിന് പടച്ചവനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമൊന്നും അയാൾക്കില്ല. അതും നടക്കുന്നുണ്ട്. ഇതിനാണ് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്നതെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഐശ്വര്യം ഇട്ട് കൊടുക്കും. അവനിക്ക് അല്ലാഹു തആല ഐശ്വര്യം ഇങ്ങനെ നിറച്ചു കൊടുക്കുന്നവന്റെ ഹൃദയത്തിൽ. എന്നിട്ട് ദുന്യാവെല്ലാം അവന്റെ മുന്നിൽ എത്തിപ്പെടും. അവന്റെ ബിസിനസ് അല്ലാഹു തആല അത് മറ്റ് പല രൂപത്തിലും അത് വിജയിപ്പിച്ചു കൊടുക്കും. അവനിക്ക് ഒരുപാട് മാർഗങ്ങൾ, ഖൈറിന്റെ കവാടങ്ങൾ പടച്ചവന് തുറന്നിട്ട് കൊടുക്കും. അതൊന്നും അവൻ ആഗ്രഹിച്ചതല്ല. ആഗ്രഹിക്കാത്ത രീതിയിൽ
കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ നമ്മൾ ഈ വാക്കിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഇത് വഹീന്റെ അടിസ്ഥാനത്തിലുള്ള വാക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തു തിരക്കാണെങ്കിലും പരലോകം മറന്നിട്ടുള്ള തിരക്കില്ല, നമ്മുടെ ഇബാദത്ത് മാറ്റിവെച്ചുകൊണ്ടുള്ള തിരക്കില്ല, ജമാഅത്ത് മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു തിരക്കില്ല, നമസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു തിരക്കില്ല.